ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം കടുക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധമൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. ഇന്നലെ കണ്ട ഹർത്താൽ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമായി അത് മാറും, വലിയ പ്രതിഷേധ തിരയായി അത് ആഞ്ഞടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വിഷയത്തിൽ രാഷ്ട്രീയ വിവാദവും കത്തുന്നുണ്ട്. എന്താണ് ഈ ആഴക്കടൽ ഖനനം? മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക എന്താണ്? അവർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരാനുണ്ടായ സാഹചര്യം എന്താണ്? വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം ഒരു റിപ്പോർട്ടിലേക്ക്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഹർത്താൽ. ഹാർബറുകളും മത്സ്യവില്പനശാലകളും പൂർണ്ണമായി അടഞ്ഞുകിടന്നു. രാജ്യത്ത് ആദ്യമായാണ് ആഴക്കടൽ ഖനനം നടത്താൻ കേന്ദ്രം തീരുമാനമെടുക്കുന്നത്. കേരളത്തിന്റെ അധികാരപരിധിയിലും പുറത്തും സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെ മണൽ വാരാനെത്തുന്നതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശങ്കയാണ്. കൊല്ലം ജില്ലയിലാണ് ആദ്യ പരീക്ഷണമെങ്കിലും പിന്നാലെ മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചേക്കാം. കടലോര ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ കേരളത്തിന്റെ മത്സ്യമേഖലയിൽ 10.6 ലക്ഷമാണ് മത്സ്യത്തൊഴിലാളി ജനസംഖ്യ. ഇവിടെ 40,000-ഓളം യന്ത്രവൽകൃത പരമ്പരാഗത യാനങ്ങൾ മീൻ പിടിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. രാജ്യത്തെ ഏറ്റവും സമൃദ്ധമായ മത്സ്യകേന്ദ്രമായ കൊല്ലം പരപ്പിന്റെ വലിയൊരു ഭാഗം നിർദ്ദിഷ്ട ഖനന മേഖലയ്ക്കുള്ളിലാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലായി ഈ പരപ്പ് 85 കിലോമീറ്ററായി പരന്നുകിടക്കുന്നു. 2002 ഓഫ് ഷോർ ഏരിയാസ് മിനറൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ നിയമത്തിൽ 2023 കൊണ്ടുവന്ന ഭേദഗതികളാണ് ധാതുഖനനത്തിന് വഴി തുറന്നത്. കടലിലെ ധാതുക്കളും പ്രകൃതിവാതകങ്ങളും ഉൾപ്പെടെ എല്ലാ വിഭവങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ ഈ നീക്കം മത്സ്യസമ്പത്തിനെ എങ്ങനെ ബാധിക്കുമെന്ന് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയാലേ വ്യക്തമാകൂ. 48.4 മുതൽ 62.5 മീറ്റർ ആഴത്തിൽ ഖനനം നടത്തുമ്പോൾ അത് മത്സ്യ ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇതുകൂടാതെ അടിത്തട്ടിലെ ചെളി ഇളകുന്നതോടെ ആവാസമേഖല മലിനമാകുമെന്നും മത്സ്യങ്ങളുടെ ആഹാരശ്രേണി നഷ്ടമാകുമെന്നും മത്സ്യസമ്പത്തിന്റെ ഗുരുതര തകർച്ചയ്ക്ക് ഇത് കാരണമാകുമെന്നും സമുദ്രശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു. തുറമുഖങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളെയും ഇത് ബാധിക്കും. കേരളത്തിലെ കടൽ മേഖലയിൽ നിന്ന് കോരിയെടുക്കാൻ പോകുന്നത് 35,000 കോടിയുടെ മണലാണ്. കൊല്ലത്ത് നിന്ന് മാത്രം 14,200 കോടിയുടെ മണലെടുക്കുമെന്നാണ് ഔദ്യോഗിക കണക്ക്. ആശങ്കകൾ ഒരുപാടുണ്ടെങ്കിലും കേരള തീരത്ത് ഖനനം ആരംഭിക്കുന്നതിന് മുൻപ് പഠനം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. കടൽ മണൽ ഖനനത്തെ ചൊല്ലി കേരളത്തിലും വിവാദം കത്തുന്നുണ്ട്. കേന്ദ്ര നീക്കത്തിനെതിരെ പലതവണ എതിർപ്പറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറയുന്നു. ജനുവരി 11 കൊച്ചിയിൽ കേന്ദ്ര ഖനി മന്ത്രാലയം സംഘടിപ്പിച്ച റോഡ് ഷോയിൽ കേരളം പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇത് 2023 ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ശക്തമായ എതിർപ്പ് അറിയിച്ച് കേരളം എന്ന TV ലാൽ, അതും ബൈലൈനുണ്ട്, ഇന്നത്തെയും ബൈലൈനുണ്ട്, 2023 തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ എന്ത് ചെയ്തു എന്ന വിഭജനമല്ല ഉണ്ടാകേണ്ടത്. ഈ ഘട്ടത്തിൽ കേരളം ഒന്നിച്ചു നിന്ന് എതിർക്കേണ്ട പ്രശ്നമാണ്. പക്ഷെ ഈ ഘട്ടത്തിൽ അങ്ങനെ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. മുഖ്യമന്ത്രി ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുകയുണ്ടായി, ഒന്നിച്ച് നമുക്ക് ഈ കാര്യത്തിൽ ഇടപെടാം. കടൽ ഖനന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതാണ് കോൺഗ്രസ് ആയുധമാക്കുന്നത്. കടൽ ഖനനം വലിയ ആശങ്കയാണ് തീരപ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സുനാമി ബാധിത പ്രദേശത്ത് കേന്ദ്ര ഗവൺമെന്റ് കടൽ ഖനനം നടത്താനുള്ള തീരുമാനം പിൻവലിക്കണം. ലത്തീൻ കത്തോലിക്ക സഭയടക്കം ശക്തമായ പ്രതിഷേധത്തിലായതോടെ കടൽ ഖനനം സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24. നമ്മുടെ കുട്ടികൾക്കിടയിലുള്ള സംഘർഷത്തിന്റെ തമ്മിൽ തല്ലിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടാത്ത ദിവസങ്ങളില്ല. നോക്കൂ, ഇന്നും ഇന്നലെയുമൊക്കെയായി വന്ന വാർത്തകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. താമരശ്ശേരിയിൽ ഇങ്ങനെ ഒരു സംഘർഷത്തിൽ 10ാം ക്ലാസ്സുകാരൻ കോമാ സ്റ്റേജിലാണ് എന്ന വിവരം ഇന്ന് പുറത്തു വന്നിരുന്നു. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. ട്യൂഷൻ സെന്ററിലെ തർക്കം, ഒരു ആഘോഷ പരിപാടിക്കിടെ ഉണ്ടായ തർക്കം, അതാണ് വലിയ സംഘർഷത്തിലേക്കും ഇങ്ങനെ ഒരു 10ാം ക്ലാസ്സുകാരൻ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന നിലയിലേക്കും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ട്യൂഷൻ സെന്ററിലുണ്ടായ ചെറിയ പ്രശ്നം അത് വാക്കേറ്റത്തിലും പിന്നാലെ കയ്യാങ്കളിയിലും എത്തി. വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടിയാലോചന നടത്തിയതിനൊടുവിലാണ് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ചേരി തിരിഞ്ഞേറ്റുമുട്ടിയത്. താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ യാത്രയയപ്പ് പരിപാടിയിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ഡാൻസിനിടെ മൊബൈൽ ഫോൺ ഓഫായി. പിന്നാലെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കൂകി വിളിച്ചതാണ് സംഭവത്തിന് തുടക്കം.
വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കേറ്റം അധ്യാപകർ ഇടപെട്ട് പരിഹരിച്ചു. എന്നാൽ പിന്നീട് MJ സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും താമരശ്ശേരി സ്കൂളിലെ കുട്ടികൾക്ക് തിരിച്ചടി നൽകാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് ട്യൂഷൻ സെന്ററിന് സമീപത്ത് വെച്ചായിരുന്നു സംഘർഷം. പെട്ടെന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അടി കൂടുന്നത് കണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങിങ്ങാൻ പിടിച്ചു മാറ്റി. അവിടുന്ന് കുറച്ച് അടി കൂടി, പിന്നെ ഇങ്ങനെ അടികൂടി പുറത്തേക്ക് ഇറങ്ങി. പുറത്തുനിന്ന് അവിടുന്ന് അടി കൂടി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗത്തേക്ക് മാറുന്ന വീണ്ടും അടി തന്നെയായിരുന്നു. ഏറ്റുമുട്ടലിൽ MJ സ്കൂളിലെ വിദ്യാർത്ഥിയും താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് ഇഖ്ബാലിന്റെ മകനുമായ മുഹമ്മദ് ഷഹബാസിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. മകനെ മർദ്ദിച്ചതിൽ കൊട്ടേഷൻ സംഘവുമുണ്ടെന്ന് സംശയിക്കുന്നതായി പിതാവ്. അത് അവനവൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പോയതാ താമരശ്ശേരിക്ക്. പിന്നെ തിരിച്ച് വേറൊരു ഫ്രണ്ട്സാണ് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുന്നത്. ഗൂഢാലോചനപരമായിട്ടാണ് ഇത് ചെയ്തതെന്നുള്ള കണ്ടെടുത്ത കടകൾ അവിടുന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. തലച്ചോറിന് 70% ക്ഷതമേറ്റ കുട്ടി കോമയിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ചികിത്സ തുടരുന്നത്. സംഭവത്തിൽ 5 വിദ്യാർത്ഥികളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേവലം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിലാണ് 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള ഈ ഏറ്റുമുട്ടൽ. ഇവരുടെ കൈവശം ആയുധങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ കൗമാര കേരളത്തിന് ഇത് എന്ത് പറ്റിയെന്ന ചോദ്യം സ്വാഭാവികമായും വരും. കോട്ടയത്തെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയും തിരുവനന്തപുരത്തെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയും ഒക്കെ വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഘർഷത്തിൻ്റെ വാർത്ത പുറത്തു വരുന്നത്. ഒരു കുട്ടി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ കുട്ടികൾക്കിടയിൽ അക്രമവാസന വർദ്ധിക്കുന്നത്, എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടാകും. ചില പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. കാണാം. ഇനി ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം സ്കൂളിൽ പഠിക്കുന്ന മക്കളാണല്ലോ, മുമ്പോട്ട് ഭാവിയുള്ള ആളുകളല്ലേ മക്കൾ എന്നറിയുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെയും എല്ലാണ്ടിയുള്ള അടിമയത്തിൻ്റെ പെട്ട മക്കൾ എല്ലാവരും കുടുങ്ങുന്നുണ്ടല്ലോ. ഇപ്പം തന്നെ മക്കൾ കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലേ, സ്വന്തം ഉമ്മനെയും അച്ഛനെയും അമ്മനെയും ഒക്കെ വീട്ടിൽ കൊല്ലുന്നൊരു കാലഘട്ടം. അപ്പോൾ ഒക്കെ ഇതിൻ്റെ കാരണം മയക്കുമരുന്നാണ്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണം. ഇതിനെതിരെ നല്ലൊരു സമൂഹം വളർന്നു വന്നിട്ട് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു തൻ്റെ ഇവിടെ ഉണ്ടാവണം. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇപ്പം ഇന്നലെ കുറച്ച് ദിവസങ്ങളെ മാസങ്ങളായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ന്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിലുള്ള അതിഭയങ്കരമായ അതിക്രമങ്ങളാണ്. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമുക്ക് പേഴ്സണലി ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലഹരിക്ക് കൊണ്ടാണെന്നാണ് എല്ലാ വാർത്തകളും ഒക്കെ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്തായാലും ഉന്മൂലനം ചെയ്യണം എന്ന വാദിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ്. പാലക്കാട് കല്ലേക്കാട് മാമ്പ്രയിൽ കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ക്വാറി പ്രവർത്തനം പുനരാരംഭിച്ചാൽ കുടിവെള്ള ടാങ്ക് തകരുമെന്നും ജനജീവിതത്തെ ബാധിക്കും എന്നുമാണ് നാട്ടുകാർ പറയുന്നത്. എല്ലാവിധ അനുമതിയും ക്വാറിക്കുണ്ട് എന്നാണ് ഉടമകളുടെ മറുവാദം. 9 വർഷം മുൻപ് പ്രവർത്തനം നിലച്ച ക്വാറി വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. പ്രദേശത്ത് ഒരു തരത്തിലും ക്വാറി അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. 9 വർഷം മുന്നേ പ്രവർത്തനം അവസാനിപ്പിച്ച കരിങ്കൽ ക്വാറിയാണിത്. പിന്നീട് ഇപ്പോൾ ക്വാറി വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചതോടെയാണ് നാട്ടുകാർ ജനകീയ സമരവുമായി രംഗത്ത് വന്നത്. സർവ്വരേഖകളുമായി പോലീസ് സംരക്ഷണത്തിലെത്തിയ ക്വാറി ഉടമകളെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമരക്കാർ തടഞ്ഞു. ഏറെ നേരം പോലീസുമായി നാട്ടുകാർ കലഹിച്ചു. ക്വാറി പ്രവർത്തനം തുടങ്ങിയാൽ ഇക്കാണുന്ന കുടിവെള്ള ടാങ്ക് തകരുമെന്ന നാട്ടുകാർ. മാത്രമല്ല പ്രദേശത്തിന്റെ പരിസ്ഥിതിയെയും കാര്യമായി ബാധിക്കുമെന്ന നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. സമരക്കാർക്ക് പിന്തുണയുമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടവും എത്തി. ഏത് സംരംഭമായിക്കോട്ടെ, ജനങ്ങൾക്ക് ആശങ്കയുണ്ട് എങ്കിൽ ആ ആശങ്ക കേട്ട് ആ ആശങ്ക പരിഹരിച്ച് അതിനുശേഷം മുന്നോട്ട് പോകുന്നതിനപ്പുറം ജനങ്ങളുടെ മുകളിലേക്ക് ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായി പ്രതിരോധം ഉണ്ടാകും. ആ പ്രതിരോധത്തിന് സ്വാഭാവികമായ ഒരു ജനപ്രതിനിധി നിലയിൽ മുന്നിൽ തന്നെ ഉണ്ടാകും. ക്വാറി പ്രവർത്തിപ്പിക്കാനല്ല, വൈബ്രേഷൻ ടെസ്റ്റ് നടത്താനാണ് തങ്ങൾ എത്തിയത് എന്ന് പറഞ്ഞിട്ടും നാട്ടുകാർ തയ്യാറായില്ല. പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ടെത്തി വിശദീകരിച്ചെങ്കിലും നാട്ടുകാർ വഴങ്ങിയില്ല. ഒടുവിൽ കലക്ടറേറ്റിൽ വെച്ച് ചർച്ച നടത്തി തീരുമാനമുണ്ടാക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. ക്വാറി പ്രവർത്തിപ്പിക്കാനുള്ള എല്ലാ രേഖകളും കോടതി ഉത്തരവുകളും ഉണ്ടെന്നാണ് ക്വാറി ഉടമകൾ പറയുന്നത്. എന്നാൽ അത് മാത്രം പോരാ, ജനങ്ങളുടെ ആശങ്ക കൂടി പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവേണ്ടതുണ്ട്. ക്യാമറാമാൻ രാജീവിനൊപ്പം സമീർ ബിൻ കരീം, 24 പാലക്കാട്.
വയനാട് പുൽപ്പള്ളിയിൽ മുൻകാലിന് പരിക്കേറ്റ കാട്ടാന ചെരിഞ്ഞു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു കാട്ടാനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതരമായി ഈ ആനയ്ക്ക് പരിക്കേറ്റിരുന്നു. വനമേഖലയിലെ ചെക്ക് ഡാമിന് സമീപമാണ് ആനയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഗുരുതരമായി പരിക്കേറ്റിരുന്നു. എന്താണ് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് സുർജിത്ത്? ശ്രീജിത്ത്, വനംവകുപ്പിന് ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. ഈ കതവാക്കുന്ന് മേഖലയിൽ ഏതാനും നാളുകളായി ഈ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഈ കാട്ടാനയെ കണ്ടത് കഴിഞ്ഞ 21-ാം തീയതി മുതലാണ്. വനമേഖലയിലാണ് ഈ ആനയെ കണ്ടത്. ആനയുടെ മുൻകാലിന്, അതായത് മുൻകാലിന്റെ ഇടത് കാലിനാണ് പരിക്ക് ഏറ്റിരുന്നത്. അത് ഗുരുതര പരിക്കാണ്. മാത്രമല്ല ശരീരമാസകലം പരിക്കുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വെറ്റിനറി ഓഫീസർമാർ ഈ ആനയെ പരിശോധിച്ചു. പക്ഷേ അത് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള വിലയിരുത്തലുണ്ടായി. ഏത് ചികിത്സ നൽകിയാലും അത് ഒരുപക്ഷെ മയക്കുവെടി വെച്ച് പോലും പിടികൂടി ചികിത്സ നൽകുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല എന്നുള്ള തരത്തിലുള്ള തീർച്ചപ്പെടുത്തൽ വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരുന്നു. കാരണം അതിന് കൃത്യമായ രീതിയിൽ തന്നെ മോണിറ്റർ ചെയ്തതാണ്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ ഒരു തരിമ്പ് പോലും സാധ്യതയില്ലാത്തൊരു സ്ഥിതി ആനയെ സംബന്ധിച്ചുണ്ടായിരുന്നു. 35 വയസ്സാണ് ഈ ആനയുടെ പ്രായം. അതുകൊണ്ട് തന്നെ ചികിത്സ ഒരു തരത്തിലും ഫലിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനുശേഷം ഈ കാട്ടാന എത്തിയത് ഒരു ചെക്ക് ഡാമിന്റെ പരിസരത്താണ്. ഈ കതവാക്കുന്നിൽ തന്നെ വനമേഖലയിൽ ചെക്ക് ഡാം ഉണ്ട്. ആ ചെക്ക് ഡാമിന്റെ പരിസരത്തായിരുന്നു കാട്ടാന ഏതാനും ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. ഇതിനുശേഷം വനംവകുപ്പ് നിരീക്ഷണം തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് അല്പസമയം മുമ്പ് കാട്ടാന ചെരിഞ്ഞു എന്നുള്ള വിവരം നാട്ടുകാർ നമ്മളെ അറിയിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവിടേക്ക് മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. നാളെ ഈ ആനയെ പോസ്റ്റ്മോർട്ടം ചെയ്യും. അതായത് വെറ്റിനറി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സംഘമാകും പോസ്റ്റ്മോർട്ടം ചെയ്യുക. തുടർന്ന് ആ മേഖലയിൽ, വനമേഖല തന്നെയാണ്, അവിടെ തന്നെ സംസ്കരിക്കുമെന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. മറ്റൊരു ആനയുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഇതിന് ഈ വിധം ഒരവസ്ഥ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. റീജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വിവരം പ്രേക്ഷകരെ അറിയിക്കാം. അത് കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണം എന്ന കുടുംബത്തിൻ്റെ ആവശ്യം. അതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച വിധി പറയാൻ പോകുന്നു എന്നുള്ളതാണ്. ഭാര്യ മഞ്ജുഷയാണ് അപ്പീലുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. അതിൽ തിങ്കളാഴ്ച കോടതി വിധി പറയും. അതിൻ്റെ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ എന്താണ് ശ്രീകാന്ത്? റീജിത്ത്, കണ്ണൂർ മുൻ ADM ആയിരുന്ന KN നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഭാര്യ K മഞ്ജുഷയാണ് ഈ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ നൽകിയത്. ഇതൊരു അപ്പീൽ ഹർജിയായിരുന്നു. കാരണം നേരത്തെ സിംഗിൾ ബെഞ്ച് മുമ്പാകെ ഇതേ ആവശ്യവുമായി സമീപിച്ചെങ്കിലും അത് തള്ളുകയാണ് ഉണ്ടായത്. തൽക്കാലം SIT ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തട്ടെ, DGP ഇതിന് പ്രത്യേകമായി മേൽനോട്ടത്തിന് ആളുകളെ നിയോഗിക്കട്ടെ, മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കട്ടെ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് CBI അന്വേഷണ ആവശ്യം തള്ളിയത്. ഈ CBI അന്വേഷണം വേണം എന്ന ആവശ്യത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ കോടതിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുമാണ് സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയത്. പക്ഷേ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് വരുമ്പോൾ ആദ്യഘട്ടത്തിൽ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീകുമാറിനെയാണ് നിയോഗിക്കുകയുണ്ടായത്. പക്ഷേ S ശ്രീകുമാർ ഒന്നുകിൽ CBI അന്വേഷണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് മതി എന്നൊരു നിലപാടെടുത്തു. പക്ഷേ കുടുംബത്തിന് CBI തന്നെ വേണമായിരുന്നു. പിന്നീട് ശ്രീകുമാറിനെ മാറ്റി K രാംകുമാറിനെ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ ഇതിൽ ചില ട്വിസ്റ്റുകളൊക്കെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ സംഭവിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ എന്തിന് CBI അന്വേഷണം വേണമെന്ന വാദം അവർ മുന്നോട്ട് വെച്ചു. സിംഗിൾ ബെഞ്ച് മുമ്പാകെ വെച്ച അതേ വാദങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായത്. ഡിവിഷൻ ബെഞ്ച് ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്ന് കാത്തിരുന്ന് കാണാം. കോടതി നിർദ്ദേശിച്ചാൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും CBIയുടെ നിലപാട്. കോടതി നിർദ്ദേശിക്കുമോ അതോ SIT അന്വേഷണം അത് തന്നെ മുന്നോട്ട് പോകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ശരി, ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഇന്നത്തെ അവസ്ഥ കുറച്ച് മോശമാണ് എന്ന പരാതി അവിടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന്, അതുപോലെ അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു കേൾക്കുന്നതാണ്. അത് അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ബീച്ചിലെത്തുന്ന വിനോദസഞ്ചാരികൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ പരാതികളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിലുള്ള ഇടപെടൽ ബീച്ചുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നുള്ള ആവശ്യം ഉയർന്നു വരികയാണ്. ഇതാണ് ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ സൗന്ദര്യം. പക്ഷേ ഈ സൗന്ദര്യത്തിനുമപ്പുറം മറ്റൊരു മുഖം കൂടിയുണ്ട് ബീച്ചിന്. കൊച്ചി കാണാനെത്തിയ വിദേശ പരിധിക്ക് റോഡിലെ കുഴിയിൽ വീണ് പരിക്കുപറ്റിയത് കഴിഞ്ഞ ദിവസമാണ്.
ഫോർട്ട് കൊച്ചി പഴയ ജെട്ടിക്കടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് അമേരിക്കയിൽ നിന്നെത്തിയ അർലിനാണ് വീണത്. പൈപ്പിടുന്നതിനായി കുഴികളെടുത്തിരുന്നു. ഇളകിക്കിടന്ന ടൈൽ തട്ടിയായിരുന്നു അർലിൻ വീണത്. ഇത് മാത്രമല്ല, ഫോർട്ട് കൊച്ചിയുടെ ആദ്യ ഭാഗത്തെത്തുന്നവർക്ക് ശൗചാലയത്തിൽ പോകണമെങ്കിൽ കിലോമീറ്റർ നടക്കണം. ഇവിടുന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ വരെ പോകണം. ഇവിടെ 800-900 മീറ്റർ ഉണ്ട് ഇവിടുന്ന് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ. ഇവിടെ പല ആളുകളും വരുന്നുണ്ട്, പല ഡൊമസ്റ്റിക് ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും പല ആളുകളും ടൂറിസ്റ്റായിട്ട് വരുന്നവരുണ്ട്. അല്ലാത്ത ആളുകൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഇവിടെ യാതൊരുവിധ ഈ ബാത്റൂമിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഒരു ബാത്റൂം ഇവിടെ നേരത്തെ കെട്ടിയായിരുന്നു, പക്ഷെ അതൊന്നും പ്രാബല്യത്തിലായില്ല. പിന്നെ ഇതാണ് മെയിൻ വിഷയം. ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച ആൾക്കാർ നേരെ ബാത്റൂമിലേക്ക് പോകണം. ലക്ഷങ്ങൾ മുടക്കി ബീച്ച് ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുന്നതും സ്ഥിരം കാഴ്ചയാണ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം, വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇടം, അവിടം ഇങ്ങനെയായാൽ മതിയോ എന്നൊരു ചോദ്യം മാത്രം. ക്യാമറമാൻ നിഖിൽ നിളയ്ക്കൊപ്പം ആൻമരിയ സനി, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. വിദേശികളടക്കം ദിനംപ്രതി നിരവധി പേരെത്തുന്ന കേരളത്തിന്റെ പ്രധാന വിനോദസഞ്ചാര ഇടത്തിന്റെ ദുരവസ്ഥയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഇതിനൊരു പ്രതിവിധി വേണ്ടേ എന്ന ചോദ്യം സ്വാഭാവികമായും വരും. ഫോർട്ട് കൊച്ചിയിലെത്തുന്നവർക്ക് എന്താണ് പറയാനുള്ളത്? ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമാകുന്നു അതിലേക്ക്. കോർപ്പറേഷൻ എന്തോ പണിതാലും പിന്നെ തിരിഞ്ഞു നോക്കൂല, അതവിടെ കിടന്ന് പിന്നെ പോകും, പിന്നെ അടുത്തത് കൊടുക്കും. പ്രൈമറി ആയിട്ടുള്ള ആവശ്യങ്ങൾ നമ്മുടെ ഒരു അവകാശം തന്നെയാണത്. അപ്പൊ അതൊക്കെ നിഷേധിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമായിട്ട് തോന്നണില്ല. അത് കുറച്ചുകൂടെ നല്ല ഫെസിലിറ്റി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കുറച്ചുകൂടെ നന്നാക്കിയാൽ നന്നായിരിക്കും. ടോയ്ലറ്റ് പരേഡ് ഗ്രൗണ്ടിന്റെ അടുത്തുണ്ടെങ്കിലും കൃത്യമായിട്ട് അത് പ്രവർത്തിക്കുന്നില്ല. ബീച്ചിൽ വരുന്ന സന്ദർശകരെല്ലാവരും ടോയ്ലറ്റ് അന്വേഷിക്കുന്നതാണ്, പക്ഷെ ഇവിടെ ആ സൗകര്യം ചെയ്യുന്നില്ല. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ ജീവനക്കാരുടെ ആത്മഹത്യാശ്രമത്തിൽ ആരോപണ വിധേയനായ നേതാവിനെ പിന്തുണച്ചും ജീവനക്കാരിയെ തള്ളിപ്പറഞ്ഞും സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ. 13 വർഷമായി ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ സ്ഥലം മാറ്റിയിരുന്നു. സ്ഥലമാറ്റ ഉത്തരവ് നടപ്പിലാക്കാതിരിക്കാനാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാണ് ജോയിന്റ് കൗൺസിലിന്റെ വാർത്താക്കുറിപ്പ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, അതിഗുരുതരമായ ആക്ഷേപവുമാണ് ഈ ജോയിന്റ് കൗൺസിൽ നേതാവിനെതിരെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നത്. അതിലിപ്പോൾ ഈ ആരോപണ വിധേയനെ പൂർണ്ണമായി സംരക്ഷിക്കുന്നു ജോയിന്റ് കൗൺസിൽ. എന്താണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് സുർജിത്ത്? റിജിത്ത്, ഇന്നലെയാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ഈ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ ശുചിമുറിക്ക് അകത്താണ് ജീവനക്കാരി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ആരോപണം അവിടുത്തെ മറ്റൊരു ജീവനക്കാരൻ, സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഒരാൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം. പ്രജിത്ത് ബി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ജോയിന്റ് കൗൺസിലിന്റെ ഭാരവാഹി, മേഖലാ സെക്രട്ടറി കൂടിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ ഇപ്പോൾ ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയിരിക്കുന്ന ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം. അതായത് ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വാർത്താക്കുറിപ്പ് പ്രധാനമായും പറയുന്നത്. 13 വർഷമായി ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിയെ സർക്കാർ ഉത്തരവുകൾക്ക് മാനദണ്ഡങ്ങൾക്കും വിധേയമായാണ് അവരെ സ്ഥലം മാറ്റിയത് എന്നുള്ളതാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉത്തരവ് നടപ്പാക്കാതിരിക്കാനുള്ള രാഷ്ട്രീയമായ പ്രേരിതമായ ആരോപണങ്ങൾ മാത്രമാണ് പ്രജിത്തിനെതിരെ ഉന്നയിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ് ജോയിന്റ് കൗൺസിലിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ സംഘടന, ഇവരുടെ ഈ ജോയിന്റ് കൗൺസിലിന്റെ തന്നെ സംഘടനയായിട്ടുള്ള കേരള അഗ്രികൾച്ചറൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഫെഡറേഷന്റെ പേരിൽ വ്യാജ ലെറ്റർ പാഡ് ഉണ്ടാക്കി എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ ഈ ജീവനക്കാരിക്കെതിരെ സംഘടന പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയുണ്ടായി. അങ്ങനെ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്ന വിധത്തിലാണ് വാർത്താക്കുറിപ്പുള്ളത്. പക്ഷേ അതേസമയം ഇത്തരത്തിൽ ഈ ലെറ്റർ പാഡ് ഉണ്ടാക്കിയത് താനല്ല എന്നുള്ളത് നിഷേധിക്കുന്ന നിലപാട് ഈ ജീവനക്കാരി ഇന്ന് നൽകിയ പ്രതികരണത്തിൽ തന്നെ ഉണ്ട്. അത് തനിക്കെതിരെ ആയുധമായി ഉപയോഗിക്കാൻ വേണ്ടി ഇവർ തന്നെ പടച്ചുവിട്ടതാണ് എന്നുൾപ്പെടെയുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജോയിന്റ് കൗൺസിൽ പൂർണ്ണമായും ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന വിധത്തിലാണ് വാർത്താക്കുറിപ്പ് പുറത്ത് ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ജീവനക്കാരിയുടെ ഈ പരാതി ഇന്നലെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയതാണ്. പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രജിത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM-ന്റെ അനുകൂല സംഘടനയായിട്ടുള്ള NGO യൂണിയനും രംഗത്ത് വന്നിട്ടുണ്ട്. NGO അസോസിയേഷനും സമാന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രീജിത്ത്.
സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കോൺഗ്രസ് നേതൃയോഗത്തിന് ശേഷം ഡൽഹിയിൽ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. Today we had a meeting with our Honorable Congress President Mallikarjun Kharge ji, our Lok Sabha opposition leader Rahul ji, our GSO KC Venugopal ji, Priyanka ji and all other MPs and senior leaders of Congress party, our PCC president, CLP leader and working committee member on Kerala coming election. First, there is a local body election and followed by the assembly election. How should we go in that election? What will be our strategy? What will be our roadmap? All the members have spoken, and we got a clear indication from our High Command that Congress is very much connected with the public, with the people of Kerala. Emotionally, politically, people are looking for a change. So we should not do anything which will disrespect the people of Kerala. This was a clear indication, and if anything, anyone personally, his or her view is coming to the media, we will take strong action on that, because we have no right to disrespect the people of Kerala. Secondly, there were many programs which is coming in the next few months that has been discussed, and in the month of April there will be a ward president conference, state conference, where Kharge ji, Rahul ji, Priyanka ji all will attend. That will be the starting boost up for the workers of Kerala Congress. There are many programs which is coming. Gradually we will tell all of you, but immediately this program has come up, and also media is giving a wrong impression that there is no unity in Congress, Kerala Congress party, which is untrue. There are everyone here in the media had said, expressed they are strongly against LDF, they are strongly against BJP, and when the unity is coming, so they are strongly united and they will speak in univocal voice. Thank you very much. Anything else? When you say action will be taken against anybody who speaks against the Congress, are you referring to the person next to you? Because he's clarified his position, Mr. Tarun, or is it... He has... Don't make further troubles. Already he clarified. That's all. He clarified already, so there is no point. അല്ല, ഇന്നത്തെ യോഗത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഐക്യത്തിൻ്റെ സന്ദേശമാണ് നിഴലിച്ചത്. ആ മുറിയിലിരുന്ന ഓരോ കോൺഗ്രസ് നേതാവും കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം തീർത്തും ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വം തങ്ങളുടെ ഓരോരുത്തരാണെന്ന് മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടാണ് പിരിഞ്ഞത്. ഇവിടെ നേരത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനകത്ത് സമ്പൂർണ്ണ ഐക്യമുണ്ടാകാൻ ഉള്ള ഒരു ആഹ്വാനമാണ് ഹൈക്കമാൻഡ് നേതാക്കന്മാർക്ക് നൽകിയത്. നേതാക്കന്മാർ അതെല്ലാവരും വളരെ ശിരസാ വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ ജനവിരുദ്ധമായൊരു സർക്കാരുണ്ട്. ആ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് വരുന്ന ഒരു വർഷക്കാലം ഓരോ കോൺഗ്രസ്സുകാരനെയും നയിക്കുക എന്ന പൊതു തീരുമാനത്തോടുകൂടി പോവുകയാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോയി വ്യത്യസ്ത രീതിയിൽ പ്രസ്താവനകൾ കൊടുക്കുക, വ്യത്യസ്തമായ ചിന്താഗതികൾ വളർത്തുക, ഇത് ചെയ്യാൻ ഒരാൾക്കും സ്വാതന്ത്ര്യമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. പാർട്ടി ഒരു കലക്റ്റീവ് ലീഡർഷിപ്പോടുകൂടി മുന്നോട്ട് പോകാൻ എല്ലാ കാര്യങ്ങളും പരസ്പരം ആലോചിച്ചുകൊണ്ട് എല്ലാം ആലോചനയോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടായിരിക്കുമെന്ന്
ശ്രീ മല്ലികാർജ്ജുന ഖാർഗെജിയും ശ്രീ രാഹുൽ ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ യോഗം ഇന്നിവിടുന്ന് പോകുന്നത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല നിർണായകമായിട്ടുള്ള ഒരു യോഗമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇത് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. വരും നാളുകളിൽ LDFന്റെ ദുർഭരണത്തിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കോൺഗ്രസിനെയും UDFനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും സമർപ്പിത ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് പിരിയുന്ന മീറ്റിംഗ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ചർച്ചകളും വേണ്ട. ഇത് ക്ലിയർ ആയിട്ട് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിലുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോയത്. കേരളം ഞങ്ങൾ തട്ടിയെടുക്കും. അല്ല, ഒറ്റ വാക്ക്. കേരളം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി തട്ടിയെടുക്കും. അതിലുള്ള പ്രതിജ്ഞയെടുത്താണ് നമ്മൾ ഇന്നത്തെ യോഗം അവസാനിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേക ജൂറി പരാമർശം. അഭിമുഖകാരൻ ദീപക് ധർമ്മടം. ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ദീപക് ധർമ്മടത്തിനെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം. അഭിമുഖകാരൻ ദീപക് ധർമ്മടം. പരിപാടി നയം വ്യക്തമാക്കി കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തി ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും സൗമ്യവും ആധികാരികവുമായ ചോദ്യങ്ങളിലൂടെ അനാവരണം ചെയ്ത അഭിമുഖ മികവിന് ഈ ഒരു സമ്മേളന ചരിത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു സമാധാനപരമായ പ്രക്ഷുബ്ധ അന്തരീക്ഷം പാർട്ടിക്കകത്ത് ഇല്ലാത്തൊരു സമ്മേളനമാണ് എറണാകുളം. പ്രത്യേക ജൂറി പരാമർശം. ജീവചരിത്ര ചിത്രത്തിന്റെ സംവിധായിക പ്രിയ രവീന്ദ്രൻ. ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി പ്രിയ രവീന്ദ്രനെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം. ജീവചരിത്രം. സംവിധാനം പ്രിയ രവീന്ദ്രൻ. പരിപാടി ലളിതം സൗമ്യം ഗാന്ധിമാർഗം. ഗാന്ധിയൻ P. ഗോപിനാഥൻ നായരുടെ പ്രചോദനാത്മകമായ ജീവിത ശൈലിയും സാമൂഹിക ഇടപെടലുകളും ചരിത്രപരമായി രേഖപ്പെടുത്തിയ സംവിധാന മികവിന് മനുഷ്യരോട് നിരന്തരം ഗാന്ധിയുടെ ദർശനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സംസ്ഥാന മാധ്യമ അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. 24നെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷം കൂടിയാണിത്. 24ന് നിരവധി അവാർഡുകളുണ്ട്. നേരത്തെ KR ഗോപീഷൻ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന്റെ ദൃശ്യം പ്രേക്ഷകർ കണ്ടു. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കനാസ്ഥയെന്നാരോപിച്ച് വയനാട് കളക്ട്രേറ്റ് വളഞ്ഞ് UDFന്റെ പ്രതിഷേധം. സമരക്കാരെ മറികടന്ന് ചില ജീവനക്കാർ കളക്ട്രേറ്റിലേക്ക് കടക്കാൻ ശ്രമിച്ചത് പ്രവർത്തകരും പോലീസുമായുള്ള സംഘർഷത്തിനിടയാക്കി. അതേസമയം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ നടപടികൾ തടസ്സപ്പെടാൻ പാടില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. നെടുമ്പാല വില്ലേജിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് സ്റ്റേ നൽകാൻ വിസമ്മതിച്ചതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ഇന്നലെ വൈകിട്ട് 3 മണി മുതൽ കളക്ടറേറ്റിന് മുന്നിൽ T. സിദ്ദിഖ് MLAയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഉപവാസ സമരം രാവിലെ 7 മണിക്ക് അവസാനിച്ചു. ഇതോടെ കളക്ടറേറ്റിലേക്കുള്ള 3 ഗേറ്റുകൾക്ക് മുന്നിലും UDF ഉപരോധ സമരം തുടങ്ങി. 10 മണിക്ക് മുൻപായി സർക്കാർ ജീവനക്കാർ കളക്ടറേറ്റിന് മുന്നിലെത്തി. ചിലർ അകത്ത് കയറാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് UDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. തുടർന്ന് പോലീസുമായി വാക്കേറ്റം. സമരത്തെ പൊളിക്കാൻ പോലീസ് തന്നെ കൂട്ടുനിൽക്കുകയാണ്. ഞങ്ങളൊരു കാര്യം പറയാം, ഈ പ്രധാനമന്ത്രി വന്നുപോയപ്പോ ഇവിടെ നിന്ന് തിരിഞ്ഞു പോയതാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇതുവരെ ദുരന്ത സ്ഥലത്തേക്കും ദുരന്തബാധിതരെ കാണാൻ മുഖ്യമന്ത്രി പോലും വന്നില്ല. ഈ സമരം ദുരന്തബാധിതർ നേതൃത്വം കൊടുക്കുന്ന സമരമാണ്. ഈ സമരം സമ്പൂർണമായ വിജയമാകും, ഒരു തർക്കവുമില്ല. ദുരന്തബാധിതരടക്കമുള്ളവർ സമരത്തിന്റെ ഭാഗമായി. ET മുഹമ്മദ് ബഷീർ MP-യാണ് സമരസമാപനം ഉദ്ഘാടനം ചെയ്തത്. 11:30-യോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ അരുതെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. അനാവശ്യമായ വിവാദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പൊതുവെ പോകരുത് എന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാറുള്ളത്. ജനാധിപത്യത്തിൽ എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾക്കും അവകാശവും അർഹതയുണ്ട്. അതെല്ലാം എല്ലാവർക്കും നടത്താം. എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ മനസ്സിൽ ആശങ്കയുടെ വിത്ത് വിതയ്ക്കാൻ ഇടയാകുന്ന വിധത്തിൽ അനാവശ്യമായിട്ടുള്ള
ഒരു പ്രകോപനത്തിലേക്കും ആരും പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വൈകലുണ്ടായാൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് UDF മുന്നറിയിപ്പ്. അതേസമയം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ നടപടികൾ തടസ്സപ്പെടാൻ പാടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. നെടുമ്പാല വില്ലേജിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് സ്റ്റേ നൽകാൻ വിസമ്മതിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് ഹാരിസൺ മലയാളം നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. വയനാട് പുനരധിവാസ വിഷയത്തിൽ പൊതുതാൽപര്യം സംരക്ഷിക്കപ്പെടണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. എന്നാൽ ഹാരിസൺ മലയാളത്തിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പകരം നൽകുന്ന ബാങ്ക് ഗ്യാരണ്ടിയുടെ നിയമസാധുതയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കും. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. 24 വയനാട്, കൊച്ചി. കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ച അവസാനിച്ചിരിക്കുന്നു. നേതൃമാറ്റം യോഗത്തിൽ ചർച്ചയായില്ല എന്നാണ് നേതാക്കൾ വിശദീകരിച്ചത്. ഐക്യത്തിന്റെ സന്ദേശമാണ് ഇന്നത്തെ യോഗമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. കേരളം UDF തട്ടിയെടുക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാന മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്യുകയാണ്. 24ന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ V അരവിന്ദ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും. മികച്ച വാർത്താ അവതാരക അനുജ രാജേഷ്. പരിപാടി ഉച്ചവാർത്ത, വാർത്താ സന്ധ്യ. വാർത്തകളെ വ്യക്തവും സ്പഷ്ടവും അനായാസവുമായി അവതരിപ്പിക്കുന്ന മികവിന് KSRTCയെ പൊതുമേഖലയിൽ നിലനിർത്തുക എളുപ്പമല്ലെന്നും കോർപ്പറേഷനെ സ്വയംഭരണാധികാരമുള്ള 3 ലാഭകേന്ദ്രങ്ങളായി വിഭജിക്കുമെന്നും ചിന്താവാരികയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. മികച്ച ന്യൂസ് ക്യാമറാമാൻ സന്തോഷ് S. പിള്ള. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഏറ്റുവാങ്ങാൻ ശ്രീ സന്തോഷ് S. പിള്ളയെ ക്ഷണിക്കുന്നു. മികച്ച ന്യൂസ് ക്യാമറാമാൻ സന്തോഷ് S. പിള്ള. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള പുരസ്കാരം അനുജ രാജേഷ് ഏറ്റുവാങ്ങിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്ക് നമ്മൾ തിരികെ പോവുകയാണ്. കേരളത്തിലെ നേതാക്കളുമായുള്ള ഹൈക്കമാൻഡിന്റെ ചർച്ച അവസാനിച്ചിരിക്കുകയാണ്. നേതൃമാറ്റം യോഗത്തിൽ ചർച്ചയായില്ല എന്ന് നേതാക്കൾ വിശദീകരിക്കുന്നു. ഐക്യത്തിന്റെ സന്ദേശമാണ് ഇന്നത്തെ യോഗമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, പാർട്ടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശം, സംസ്ഥാനത്തെ നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകുന്നു. ഈ നേതൃമാറ്റം സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായോ? എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ വിനീത? ടിക്കറ്റ് ഇപ്പോൾ ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു. നേതാക്കളൊക്കെ തന്നെ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. VM സുധീരൻ ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. എന്താണ് യോഗത്തിലെ ചർച്ചകൾ? അല്ല, യോഗത്തിൽ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ആവശ്യമായ രീതിയിൽ ഇന്നത്തെ യോഗത്തിൻ്റെ ആ ഒരു എനർജി, ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരും മുന്നോട്ട് പോകും. നല്ലൊരു ഊർജമാണ് ഈ യോഗം പാർട്ടി നേതാക്കൾക്കും പാർട്ടിക്കും നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് മാത്രമാണോ ചർച്ച ചെയ്തത്, എല്ലാ വിഷയങ്ങളും? അല്ല, തെരഞ്ഞെടുപ്പാണല്ലോ പ്രധാനം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കുക, പാർട്ടി നയിക്കുന്ന മുന്നണിയെ വിജയത്തിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയുള്ള സംഘടനാപരമായുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള മറ്റ് പൊതുകാര്യങ്ങൾ, അതേക്കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ചർച്ചയെ വന്നിട്ടില്ല, ആ തരത്തിലുള്ളൊരു ചർച്ചയെ വന്നിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളാരും കുത്തിപ്പൊക്കരുത്. അവിടെ വളരെ ക്രിയാത്മകമായ നല്ല ചർച്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. പാർട്ടിയെ വിജയത്തിലെത്തിക്കുക, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന പശ്ചാത്തലത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നടന്ന വളരെ പോസിറ്റീവായ ചർച്ച എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത്. VM സുധീരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നോക്കാം ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. Swear
കോഴിക്കോട് താമരശ്ശേരിയിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലയിലേക്ക് കിലോമീറ്ററുകൾ ദൂരത്ത് നിന്നാണ് അഗ്നിരക്ഷാസേന എത്താറുള്ളത്. ഇത് അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു എന്ന പരാതിയും ശക്തമാണ്. വാഹനാപകടങ്ങൾ പതിവായ താമരശ്ശേരി ചുരം, അടിക്കടി കാട്ടുതീ പടരുന്ന തോട്ടം മേഖല, ജലാശയങ്ങളിൽ വീണുള്ള അപകടങ്ങൾ, ദുരന്തഘട്ടങ്ങളിൽ ഓടിയെത്താൻ താമരശ്ശേരിയിൽ ഒരു ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യമുയർന്നിട്ട് വർഷം പലതു കഴിഞ്ഞു. ചുരത്തിൽ മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും വാഹനങ്ങൾ കൂട്ടിയിടിച്ചും അപകടം പതിവാണ്. വേനൽക്കാലമായാൽ തോട്ടങ്ങളിൽ തീ പടരുന്നത് നിത്യസംഭവം. മുക്കം, നരിക്കുനി, കൽപ്പറ്റ എന്നീ ഫയർ സ്റ്റേഷനുകളിൽ നിന്നാണ് താമരശ്ശേരിയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്താറുള്ളത്. കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ഇവർ എത്തുമ്പോഴേക്കും സ്ഥിതി നിയന്ത്രണാതീതമായി മാറും. ഈ തീപിടുത്തമുണ്ടാകുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞാലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഒന്നെങ്കിൽ നെരിക്കുന്നോ അതല്ലെങ്കിൽ മുക്കത്തുനിന്നോ ഫയർ സ്റ്റേഷൻ ഇവിടെ എത്തിക്കുന്നത്. ആ സമയം ഇവരെത്തുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് താമരശ്ശേരി വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫയർ സ്റ്റേഷൻ വേണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കട്ടിപ്പാറ, പുതുപ്പാടി, തലയാട്, പൂനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെത്താൻ വീണ്ടും സമയമെടുക്കും. താമരശ്ശേരിയിൽ ഒരു ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുകയാണ് പ്രതിവിധിയെന്ന് പ്രദേശവാസികൾ. ഒരു ഫയർ സ്റ്റേഷൻ വരേണ്ടത് നിർബന്ധമാണ്. കാരണം ഇവിടെ ഈ സ്റ്റാൻഡിന് മുമ്പിലുള്ളൊരു കട തീപിടിച്ച് പിന്നെ ഇവിടുന്ന് മുക്കത്തുനിന്ന് വന്നിട്ടാണ് തീ അണച്ചത്. അപ്പോൾ അപ്പോഴേക്ക് ഏകദേശം കത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ താമരശ്ശേരി തന്നെ ഒരു ഫയർ സ്റ്റേഷൻ വരാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കണം. ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ മുന്നിട്ടിറങ്ങി പ്രശ്നപരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. ദൂരപരിധി നിശ്ചയിച്ച് ആവശ്യത്തിന് ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഈ റിപ്പോർട്ടോടെ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.